സാരംഗിലേക്ക് കൂടി പോവുകയാണ്. തിരുവനന്തപുരത്ത് സാരംഗുണ്ട്. സാരംഗ്, എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ? വിദ്യാർത്ഥികളെ ഓരോരുത്തരെയായി കടത്തിവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർശന സുരക്ഷയുണ്ട്. വസ്ത്രധാരണങ്ങൾ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ഓരോരുത്തരെയും കടത്തിവിടുന്നത്. ഒപ്പം നേരത്തെ നമ്മൾ കേട്ടതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വലിയ ആശങ്കയുമുണ്ട്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? തീർച്ചയായും രേണുക, കോഴിക്കോടെ പോലെ തന്നെയാണ് ഇവിടെയും സാഹചര്യം. നമുക്കറിയാം, തിരുവനന്തപുരം എന്ന് പറയുന്നത് മത്സര പരീക്ഷകളുടെ ഒരു കേന്ദ്രമാണ്. മാത്രമല്ല മറ്റ് പരീക്ഷകൾക്കടക്കം ഇവിടെ വലിയ രീതിയിലുള്ള മത്സര പരീക്ഷയ്ക്ക് വലിയ പേരുകേട്ട സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നീറ്റ് പരീക്ഷയും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. കുട്ടികൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇവിടെ ഇപ്പോൾ കോഴിക്കോട് പോലെ തന്നെ കർശന നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും CRPF അംഗങ്ങളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ അകത്തേക്ക് ചെല്ലുന്നു. ഒപ്പം തന്നെ കൃത്യമായ രീതിയിൽ ഇവിടെ ഈ ഒരു മൈക്ക് വെച്ചുകൊണ്ട് അതിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. അതായത് ആഭരണങ്ങളായിക്കോട്ടെ, മറ്റ് ഡ്രസ്സ് ഉപയോഗിക്കുന്നതിലടക്കം അധികം കുട്ടികളും ഈ ടീഷർട്ടും ട്രാക്ക് സൂട്ട് പോലെയുള്ള ഡ്രസ്സ് ധരിച്ചാണ് അകത്തേക്ക് കയറുന്നത്. കാരണം അത്ര കണ്ട് ടൈറ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ അത്ര കണ്ട് സുരക്ഷാ മുൻകരുതലുകൾ അടക്കം നടത്തുന്ന ഒരു പരീക്ഷയാണ് ഇപ്പോൾ രാജ്യത്ത് രണ്ടാമത് നടത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാണ് എന്ന കാര്യം വ്യക്തമാണ്. കാരണം പല വർഷങ്ങളായി റിപ്പീറ്റ് ചെയ്തു വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് തന്നെ ഒരു വർഷം 2 എക്സാം എഴുതുക എന്ന് പറയുമ്പോൾ, അത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു എക്സാം അത് റദ്ദ് ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. മാത്രമല്ല ഒരുപാട് വർഷങ്ങളും മാസങ്ങളും ഇതിനു വേണ്ടി ചിലവഴിച്ച പലരും ഇതിനായി ഇവിടേക്ക് വീണ്ടും എത്തുന്നൊരു കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും. എന്തുതന്നെയായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പാരൻസിൻ്റെ, അതായത് മാതാപിതാക്കളുടെ ഒരു കൂട്ടമാണ്. ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് 2 മണിയോടുകൂടി ആരംഭിക്കുന്ന ഒരു പരീക്ഷയുടെ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ അതൊരു ടെൻഷൻ മാതാപിതാക്കളുടെ മുഖത്തും വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ തവണയാണ് എക്സാം എഴുതുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നതാണോ അല്ലെ ആദ്യമായിട്ട്? എത്ര വർഷം? ഫസ്റ്റ് ടൈം. രണ്ടാമത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുട്ടിക്ക്? ഇപ്പോൾ എക്സാം ക്യാൻസലായ ശേഷം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടിക്ക്. എല്ലാ കുട്ടികൾക്കും കാണുമല്ലോ, അതെല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്, പാരൻസിനും ഉണ്ട്. നമുക്കാണ് കുറച്ച് കൂടുതൽ. അതെ ശരി. ആണ് കുട്ടികളെക്കാൾ ഏറെ, അതായത് പരീക്ഷ നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നത് മാതാപിതാക്കന്മാരാണ്. കാരണം വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അതുപോലെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു രേഖകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അകത്തേക്ക് കയറാൻ പോലും സമ്മതിക്കില്ല. അത്ര കണ്ട് സുരക്ഷയിൽ ഒരുക്കുന്ന ഒരു പരീക്ഷയാണ്. എന്തെങ്കിലും ഈ ഒരു പരീക്ഷ ഇനി ആരംഭിക്കാൻ, അതായത് അകത്തേക്ക് കയറാൻ 1:30 സമയം അവസാനിക്കും. അവസാന നിമിഷം വിദ്യാർത്ഥികൾ കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് അകത്തേക്ക് കയറുന്ന പല സെന്ററുകളുണ്ട് തിരുവനന്തപുരത്ത്. ഇവിടെ കോട്ടൺ ഹിൽ സ്കൂളിലെ സെന്ററിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. രേണുക, ശരി. MS അനീഷ് കുമാറും സാരംഗ് സുധാകരനുമാണ് വിവരങ്ങൾ നൽകിയത്. ഇതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ സമരം തുടരുകയാണ്. ഇന്നലെ ആരംഭിച്ച സമരത്തിനെത്തിയ പ്രവർത്തകർ സമരവേദിയിൽ രാത്രിയിലും തുടർന്നു. രാവിലെ 9 മണിയോടെ കൂടുതൽ പ്രവർത്തകരോട് സ്ഥലത്തെത്താൻ നേതൃത്വം ആഹ്വാനം ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.